ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം 1 കൊരിന്ത്യർ 1-18 എന്ന വചനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്രൂശിന്റെ സന്ദേശം മൂഢതയാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഈ വചനം നമ്മെ 2 വിഭാഗങ്ങളായി കാണിക്കുന്നു. ഒന്നാമത് ക്രൂശിനെ മൂഢതയായി കാണുന്നവർ, രണ്ടാമത് ക്രൂശിനെ ദൈവത്തിന്റെ ശക്തിയായി അനുഭവിക്കുന്നവർ. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ക്രൂശ് ഒരു പരാജയത്തിന്റെ അടയാളമാണ്. ഒരു മനുഷ്യൻ ക്രൂശിൽ തൂങ്ങി മരിക്കുന്നത് എന്ന് ലോകത്തിന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലോകം ക്രൂശിനെ സന്ദേശത്തെ പരിഹസിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാഴ്ചപ്പാട് അതിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തമാണ്. ക്രൂശ് പരാജയമല്ല, അതാണ് ദൈവത്തിന്റെ മഹത്തായ വിജയത്തിന്റെ വേദി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ എല്ലാം പാപങ്ങൾക്കായാണ്. അവിടെ ദൈവത്തിന്റെ നീതിയും സ്നേഹവും ഒരുമിച്ച് വെളിപ്പെട്ടു. ക്രൂശിലൂടെ പാപത്തിന് മേൽവിജയം ലഭിച്ചു. ക്രൂശിലൂടെ മരണത്തിന് മേൽജീവൻ ജയിച്ചു. ക്രൂശിലൂടെ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ബലഹീനതകൾ ഉണ്ടാകും, വേദനകളും കണ്ണുനീരും ഉണ്ടാകും. അത്തരം സമയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: ദൈവം നമ്മുടെ ബലഹീനതകളിലൂടെയാണ് തന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. ക്രൂശ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പൗലോസ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ലോകത്തിന്റെ ബുദ്ധിയിലും ശക്തിയിലുമല്ല, ദൈവത്തിന്റെ ക്രൂശിലും കൃപയിലുമാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൂശിനെ ലജ്ജിക്കാതെ, ക്രൂശിൽ അഭിമാനം കൊണ്ട് ക്രൂശിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കണം. എന്റെ പ്രസംഗം ഞാൻ ഇതോടെ അവസാനിപ്പിക്കുന്നു. ലോകം മൂഢതയായി കാണുന്ന ക്രൂശ് തന്നെയാണ് നമ്മുടെ രക്ഷയും ജീവനും ശക്തിയും. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.